തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി തുറന്ന് പറഞ്ഞതിന് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടിയുണ്ടാകാൻ സാധ്യത. വിശദീകരണം തേടുമെന്ന് DME. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടിയുണ്ടാകും. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞുവെന്നായിരുന്നു ഹാരിസിന്റെ പോസ്റ്റ്. ഡോക്ടറുടെ വീട്ടിൽ പോലീസ് എത്തി. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, എന്തായാലും ഗുരുതരമായൊരു കാര്യം വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന് നിയമ നടപടികൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഞാനിപ്പോൾ നിൽക്കുന്നത് ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ വീട്ടിലാണ്. അദ്ദേഹം രണ്ടാമതൊരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ ഒരു വരി കൂട്ടിച്ചേർക്കുന്നുണ്ട്: ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആ വരിയിൽ നിന്ന് ഒരു ആത്മഹത്യാ ഭീഷണിയാണ് മനസ്സിലാകുന്നത്. അതേ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പോസ്റ്റിൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ടായ സാഹചര്യം എന്നാണ് ഇപ്പോൾ അത് ചോദിച്ചറിയാനായിട്ടാണ് ഇപ്പോൾ പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള അങ്ങനെ ഒരു വരി എഴുതണമെങ്കിൽ എന്ത് സാഹചര്യത്തിലാണ് എഴുതിയത്, അതെന്തെങ്കിലും ഭീഷണി നേരിട്ടിട്ടുണ്ടോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലീസ് എത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഇത്തരം വിഷയങ്ങൾ അത് ചൂണ്ടിക്കാട്ടിയതിനാണ് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യതയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു മണിക്കൂറുകൾക്ക് മുമ്പാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ന്യൂറോളജി വിഭാഗം മേധാവി കൂടിയായിട്ടുള്ള ഹാരിസ് ചിറക്കൽ ഇത്തരത്തിൽ ആശുപത്രിയിലെ ഈ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എടുക്കുന്നതിന് വേണ്ടി, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വിവിധ മേധാവികളുടെ ഓഫീസുകൾ കയറി ഇറങ്ങി ചെരുപ്പ് തേഞ്ഞു. ആശുപത്രികളിൽ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഒരു ഡോക്ടർ എല്ലാ കാലത്തും പ്രതിജ്ഞാബദ്ധനാണ്. പക്ഷേ ഇത്തരത്തിൽ എല്ലായിടത്തും കയറി ഇറങ്ങി ചെരുപ്പ് തേഞ്ഞ് നടു തേഞ്ഞിട്ടും ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിക്കാനോ അല്ലെങ്കിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ട് ആ ശസ്ത്രക്രിയകൾ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാനോ സാധിക്കുന്നില്ല എന്നൊരു പോരായ്മയാണ് അദ്ദേഹം വലിയ രീതിയിൽ ചൂണ്ടിക്കാട്ടി. പക്ഷേ അദ്ദേഹത്തിനെതിരെയാണ് ഇത്തരത്തിലൊരു വലിയ നടപടി എടുക്കുമെന്നൊരു കാര്യം DME അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ അറിയിച്ചത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങാനായി തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പർച്ചേസ് ഓർഡറിനും, അതായത് ഈ പണം കൊടുക്കുന്നതിന് പർച്ചേസ് ഓർഡർ കൊടുക്കുന്നത് വൈകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്ക് 41,000 രൂപയായിട്ട് വർധനവുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലൊക്കെ ചെറിയ വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. HOD നൽകുന്ന കണക്കനുസരിച്ച് മാത്രമേ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വീഴ്ചകൾ തുറന്നു സമ്മതിക്കുമ്പോഴും ഹാരിസ് ചിറക്കലിനെതിരെ നടപടിയെടുക്കുക എന്നൊരു ഘട്ടത്തിലേക്കാണ് ഇത്തരത്തിൽ അധികൃതർ DMA കടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഡോക്ടറുടെ കയ്യിൽ നിന്നും വിശദീകരണം തേടും. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അത് ഒരു പ്രതികാര നടപടിയൊന്നും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ DMA മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പോസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹം ഇത്തരത്തിൽ ആശുപത്രിക്കെതിരെ ഫേസ്ബുക്കിൽ കുറിച്ച ഈ പോസ്റ്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് ചിന്തിച്ചുകൊണ്ടാണ്. സർക്കാർ സേവനങ്ങളിലിരിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരിൽ രാഷ്ട്രീയ ചായ്വോടുകൂടി പോസ്റ്റുകൾ ഷെയർ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടതാണെന്ന് വരുത്തി തീർക്കാനും കൂടി ശ്രമിക്കും. നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ആശുപത്രിയാണ് മെഡിക്കൽ കോളേജും അതോടൊപ്പം തന്നെ ജനറൽ ഹോസ്പിറ്റലും എന്ന് പറയും. ഈ രണ്ട് ആശുപത്രികളെയും കാത്ത് ലാബുകളിലെ ഉൾപ്പെടെ ഈ സ്റ്റെൻറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാത്തത് പല ഘട്ടങ്ങളിൽ നമ്മൾ വാർത്ത ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് യൂറോളജി വിഭാഗത്തിലെ ചികിത്സ മുടങ്ങിയത്. ശ്രീചിത്രയിലാണെങ്കിലും ചികിത്സകൾ മുടങ്ങിയത്. ഈ ശസ്ത്രക്രിയകൾക്ക് വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ, പർച്ചേസ് ഓർഡർ കൊടുക്കുന്നതിൽ സർക്കാരിനും ആശുപത്രിക്കും വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഈ സാധനങ്ങൾ വാങ്ങാനില്ലാതെ ആശുപത്രിയിലെത്തുന്ന രോഗികളും ഡോക്ടർമാരും നെട്ടോട്ടം തിരിയുന്ന വാർത്ത ദിനം പ്രതി മാധ്യമങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ ഇത്തരം കാഴ്ചകൾ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കെല്ലാം പകൽ പോലെ വ്യക്തമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് രാഷ്ട്രീയ പശ്ചാത്തലം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു സമൂഹ മാധ്യമത്തിൽ ഇത്തരത്തിൽ പോസ്റ്റ് കുറിച്ചു എന്ന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത്. കാരണം നമുക്കറിയാം, ഒരു ഡോക്ടർ എല്ലാ ഘട്ടത്തിലും രോഗികളോട് പ്രതിബദ്ധത ഉള്ളവർ ആളായിരിക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു പ്രതികാര നടപടി സ്വീകരിക്കുക എന്നത് മാത്രമാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം രണ്ടാമത് എഴുതിയ പോസ്റ്റ് അതിവൈകാരികമായിരുന്നു. ആ വൈകാരികമായിട്ട് പോസ്റ്റിൽ അദ്ദേഹം ഇങ്ങനെ ഒരു വരിയും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. കാരണം ഇനി ജീവിച്ചെന്നിട്ട് സാധ്യതയുണ്ടോ എന്നൊരു വരി, ആ ഒരു വരിയാണ് ഒരു പക്ഷേ ആത്മഹത്യാ ഭീഷണി എന്ന രീതിയിലേക്ക് മാറുകയും തുടർന്ന് ഫോർട്ട് പോലീസ് ഇവിടെ
വ്യക്തി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊഴി എടുത്തുകൊണ്ട് എന്തുകൊണ്ട് അത്തരത്തിലൊരു വരി അതിൽ ഉൾപ്പെടുത്തുന്നു എന്നൊരു മൊഴി എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിലെ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാത്തതും മതിയായിട്ടുള്ള സംവിധാനങ്ങളില്ലാത്തതും അതോടൊപ്പം തന്നെ മരുന്നുകളില്ലാത്തതും ഒക്കെ വെട്ടിത്തുറന്ന് കാണിച്ച ഒരു ഡോക്ടർക്കെതിരെ പ്രതികാര നടപടിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഇതല്ലാതെ എന്താണ് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കേണ്ടതെന്ന് കൂടി അറിയണം. എന്തായാലും ഉറപ്പായിട്ടും അദ്ദേഹത്തിന് നടപടി ഉണ്ടാകാനായിട്ടാണ് സാധ്യത. കാരണം വിശദീകരണം തേടുകയും വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അദ്ദേഹത്തിന് നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുന്ന ഭാഷയിലായിരുന്നു DMA പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. വിഷ്ണു, ഇന്ത്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തന്നെയും ജനം TV തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഇപ്പോഴും ആ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെയും തുടരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇതോടൊപ്പം എടുത്തു പറയേണ്ടത്. അത്തരത്തിലാണ് ഇപ്പോൾ യൂറോളജി വിഭാഗ മേധാവി അദ്ദേഹം വൈകാരികമായി ഒരു കുറിപ്പ് പങ്കുവെക്കുന്നത്. അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത്രത്തോളം ഒരു ദുരനുഭവം രോഗികൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം, തങ്ങൾക്ക് പോലും ഒന്നും ചെയ്യാനാകാത്ത ഒരു നിസ്സഹായ അവസ്ഥ, അത് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാ ഡോക്ടർമാരുടെ അവസ്ഥ അത് തന്നെയാണ്. തങ്ങളെ കാണാൻ വരുന്ന രോഗികളോട് നിസ്സഹായരായി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇത്രത്തോളം ഒരു പ്രതിസന്ധി കൊണ്ടെത്തിക്കുന്നതിൽ കൃത്യമായൊരു ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയാണ്. സർക്കാർ എന്ത് തന്നെയായാലും മറുപടി പറയണം. ഇതിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? അവരുടെ പ്രതികരണം പുറത്തു വരുന്നുണ്ടോ? ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചത് DMA മാത്രമാണ്. DMA പ്രതികരിക്കുന്നതിന് ഈ വിഷയം വ്യക്തമായിട്ട് തന്നെ ആരോഗ്യ വകുപ്പിനുള്ളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വിശദീകരണം തേടുക എന്ന ഘട്ടത്തിലേക്ക് ഇവർ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആരോഗ്യ വിഭാഗത്തിന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള വലിയ വീഴ്ചയാണ് ഇത്തവണയും സംഭവിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ഒരു സംവിധാനവുമില്ലാതെ ഈ ആരോഗ്യ മേഖല അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പോലുള്ള ആശുപത്രി സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ച ഒരു ഉദ്യോഗസ്ഥനെതിരെ, അത് ചൂണ്ടിക്കാണിച്ച ഒരു ഡോക്ടർക്കെതിരെ നടപടിയെടുക്കുക എന്ന ഒരു കിരാത നടപടിയിലേക്കാണ് അധികാരികൾ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം നമ്മളോട് സംസാരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ് ഇടേണ്ടി വന്നത്, എന്താണ് ഈ പോസ്റ്റിന് പിന്നിലുള്ള ചേതോവികാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുള്ള യഥാർത്ഥ സംഭവ വികാസങ്ങൾ എന്താണ്, ഇത്തരത്തിൽ ആശുപത്രി ഏതൊക്കെ തരത്തിലുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അത് അധികാരിപ്പെട്ട അല്ലെങ്കിൽ അതിലെ ഒരു പ്രധാന സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് തന്നെ പ്രതികരണം വരുമ്പോൾ അത്രയും ആധികാരികത ഉള്ളത് കൂടിയാണ്. കാരണം വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നവർക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് എത്ര കാലം ഈ സർക്കാരും ആരോഗ്യ വിഭാഗവും മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ ലഭിക്കേണ്ട ചികിത്സകൾ കിട്ടുന്നുണ്ടോ, ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ടോ, ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭ്യമാകുന്നുണ്ടോ, ഇതൊക്കെയാണ് ഒരുപക്ഷെ ഇനി പുറത്തു വരേണ്ടത്. കാരണം ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ, ഒരു ഡോക്ടർക്കെതിരെ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കാനാണ് ആരോഗ്യ വിഭാഗം ശ്രമിക്കുന്നത്. വിഷ്ണു, യെസ്, ഗുരുതരമായൊരു വെളിപ്പെടുത്തൽ തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ടിൻഡുദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.